എല്ലാവർക്കും നമസ്കാരം. ഇക്കണോമിക് ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. കൊച്ചിയിൽ ജോലി ചെയ്യുന്ന 25-കാരനായ ഒരാൾ മാസം 1-ാം തീയതി കൃത്യമായി ശമ്പളം അക്കൗണ്ടിലെത്തും. പക്ഷേ 10-ാം തീയതി ആകുമ്പോഴേക്കും പകുതി പണവും തീർന്നിട്ടുണ്ടാവും. ഓൺലൈൻ ഫുഡ് ഡെലിവറി, വീക്കെൻഡ് ട്രിപ്പുകൾ, പുതിയ ഐഫോണിന്റെ EMI, ബൈക്ക് ലോൺ, അങ്ങനെ നീളുകയാണ് ലിസ്റ്റ്. ഇതിനിടയിൽ ഒരു സുഹൃത്ത് ചോദിക്കാണ്, മച്ചാനെ നീ ഒന്നും സേവ് ചെയ്യുന്നില്ലേ എന്ന്. അപ്പോൾ ചിരിച്ചുകൊണ്ട് അവന്റെ മറുപടി ഇങ്ങനെയായിരിക്കും, സേവിങ്സോ എന്തിന്? ഇവിടെ 1 സെന്റ് ഭൂമിക്ക് എന്ത് വിലയാണെന്നറിയാമോ? വീട് വെക്കാൻ കോടികൾ വേണം. സ്വർണ്ണവിലയാണെങ്കിൽ ആകാശത്താണ്. ഞാൻ എത്ര കഷ്ടപ്പെട്ട് ലാഭിച്ചാലും അവിടെയൊന്നും എത്താൻ പറ്റില്ല. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഇപ്പോൾ അങ്ങ് ജീവിക്കാം, ഭാവി അപ്പോൾ നോക്കാം. ഈ ഒരു മനോഭാവം ഇന്ന് നമ്മുടെ നാട്ടിലെ യുവാക്കൾക്കിടയിൽ വളരെ വേഗത്തിൽ പടരുകയാണ്. ഇതിനെ സാമ്പത്തിക വിദഗ്ധർ വിളിക്കുന്നത് ഫിനാൻഷ്യൽ നിഹലിസം എന്നാണ്. അതായത് സാമ്പത്തികമായ ഒരു ശൂന്യതാബോധം. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഈ ഫിനാൻഷ്യൽ നിഹിലിസം എന്നും ഇത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും കേരളത്തിലെ സാഹചര്യങ്ങൾ വെച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ എന്താണ് ഈ വാക്കിന്റെ അർത്ഥം എന്ന് നോക്കാം. നിഹിലിസം എന്നാൽ ഒന്നിനും ഒരു അർത്ഥവുമില്ല അല്ലെങ്കിൽ മൂല്യമില്ല എന്ന് വിശ്വസിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഫിനാൻഷ്യൽ നിഹിലിസം എന്നാൽ പണം ലാഭിക്കുന്നതിലോ നിക്ഷേപിക്കുന്നതിലോ ഒന്നും വലിയ കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന രീതിയാണ്. ഞാൻ എത്ര പണം മാറ്റിവെച്ചാലും എനിക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാവില്ല എന്നൊരു തോന്നലിൽ നിന്നാണ് ഇത് വരുന്നത്. അതുകൊണ്ട് ഭാവിയിലേക്ക് കരുതി വെക്കുന്നതിന് പകരം ഇന്ന് നമുക്ക് ആഘോഷിക്കാം എന്ന ചിന്തയിലേക്ക് ആളുകൾ മാറുന്നു. ഇത് ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ പടരുന്ന ഒരു ട്രെൻഡാണ്. നമുക്ക് നമ്മുടെ കേരളത്തിലെ ഒരു ഉദാഹരണം എടുക്കാം. ഒരു 20 വർഷം മുമ്പ് സാധാരണക്കാരനായ ഒരു കുടുംബത്തിന് കുറഞ്ഞ പക്ഷം കുറച്ച് സ്ഥലമെങ്കിലും വാങ്ങി ഒരു വീട് വെക്കാൻ സാധിക്കുമായിരുന്നു. കൊച്ചി പോലുള്ള നഗരങ്ങളിൽ അന്ന് 5 സെന്റ് സ്ഥലം വാങ്ങുന്നത് അത്ര വലിയ സ്വപ്നമായിരുന്നില്ല. എന്നാൽ 2026 നിൽക്കുന്ന നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. കൊച്ചി നഗരത്തിനടുത്ത് വെറും 3 സെന്റ് സ്ഥലം വാങ്ങണമെങ്കിൽ പോലും 60 മുതൽ 80 ലക്ഷം രൂപ വരെയാകും. വീട് പണി കൂടി കഴിയുമ്പോൾ അത് 1.5 കോടിയോളം വരും. ഇനി മാസം 45,000 രൂപ ശമ്പളം വാങ്ങുന്ന ഒരു IT ജീവനക്കാരന്റെ കാര്യമെടുക്കാം. അയാൾ മാസം 15,000 രൂപ വീതം മാറ്റിവെച്ചാൽ പോലും വർഷം കിട്ടുന്നത് വെറും 1,80,000 രൂപയാണ്. ഈ വേഗതയിൽ പോയാൽ ഒരു വീട് എന്നത് അയാൾക്ക് ഒരിക്കലും എത്താൻ പറ്റാത്ത ഒരു ലക്ഷ്യമായി തോന്നും. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല, പിന്നെ എന്തിനാണ് വെറുതെ കഷ്ടപ്പെടുന്നത് എന്ന ചിന്ത വരുന്നത്. ഇതാണ് ഫിനാൻഷ്യൽ നിഹിലിസത്തിന്റെ തുടക്കം. കേരളത്തിലെ മറ്റൊരു പ്രധാന നിക്ഷേപമാണ് സ്വർണം. ദശാബ്ദങ്ങളായി നമ്മുടെ വീട്ടുകാർ വിശ്വസിച്ചിരുന്നത് കുറച്ച് സ്വർണം വാങ്ങി വെച്ചാൽ ഭാവി സുരക്ഷിതമാകുമെന്നാണ്. എന്നാൽ ഇന്ന് സ്വർണ്ണവില പവന് 1 ലക്ഷം കടന്ന് കുതിക്കുകയാണ്. ഇത് കാണുന്ന ഒരു യുവാവ് ചിന്തിക്കുന്നത്, ഇന്ന് ഞാൻ 1 പവൻ വാങ്ങാൻ നോക്കുമ്പോഴേക്കും നാളെ അതിന്റെ വില വീണ്ടും കൂടും. അതുകൊണ്ട് സ്വർണം വാങ്ങുന്നതിനേക്കാൾ നല്ലത് ആ പൈസ കൊണ്ട് ഒരു യാത്ര പോകാം, അല്ലെങ്കിൽ ഒരു പുതിയ ഗാഡ്ജറ്റ് വാങ്ങാം എന്നാണ്. പണപ്പെരുപ്പത്തിനൊപ്പം എത്താൻ എന്റെ സമ്പാദ്യത്തിന് കഴിയില്ല എന്ന തോന്നൽ ഇവിടെയും വില്ലനാകുന്നു. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് പോലുള്ള നഗരങ്ങളിൽ ഇന്ന് ജീവിതശൈലിയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ലോങ് ടൈം പ്ലാനിങ്ങിന് പകരം ഷോർട്ട് ടൈം സന്തോഷങ്ങൾക്കാണ് പലരും മുൻഗണന നൽകുന്നത്. മൂന്നാറിലേക്കോ ഗോവയിലേക്കോ ഉള്ള വീക്കെൻഡ് ട്രിപ്പുകൾ, എല്ലാ വർഷവും മാറുന്ന പ്രീമിയം സ്മാർട്ട് ഫോണുകൾ, വലിയ ബൈക്കുകൾ, ഇവയൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഇവർ ഉത്തരവാദിത്തമില്ലാത്തവർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഭാവി വളരെ അനിശ്ചിതത്തിൽ ആയതുകൊണ്ട് ഇന്നത്തെ സന്തോഷം കളയണ്ട എന്ന് മാത്രം അവർ തീരുമാനിക്കുന്നു. ഇതിലൊരു പ്രധാന വില്ലൻ സോഷ്യൽ മീഡിയ കൂടിയാണ്. ഇൻസ്റ്റഗ്രാം തുറന്നാൽ കാണുന്നത് സുഹൃത്തുക്കൾ വിദേശത്ത് യാത്ര ചെയ്തതും ആഡംബര ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കുന്നതുമാണ്. ഇത് കാണുമ്പോൾ എല്ലാവരും ജീവിതം ആഘോഷിക്കുകയാണെന്നും താൻ മാത്രം എന്തിനാണ് ഇങ്ങനെ പണം ലാഭിച്ച് ബുദ്ധിമുട്ടുന്നെന്നുള്ള ഒരു സമ്മർദ്ദം ഉണ്ടാക്കുന്നു. പതുക്കെ സാമ്പത്തിക അച്ചടക്കം കൈമോശം വരുന്നു. ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ കഥ പറയാം. 55,000 രൂപയാണ് ശമ്പളം. വീട്ടുകാർ എപ്പോഴും പറയും ഒരു SIP തുടങ്ങൂ, ഭാവിയിലേക്ക് കരുതി വെക്കുമെന്ന്. പക്ഷെ അയാളുടെ മറുപടി ലളിതമാണ്, ഞാൻ സേവ് ചെയ്ത് തീരുമ്പോഴേക്കും സ്ഥലത്തിന് ഇരട്ടി വിലയാകും. ഡോക്ടർമാരും എഞ്ചിനീയർമാരും പോലും ഇന്ന് കഷ്ടപ്പെടുകയാണ്, അപ്പോൾ പിന്നെ എന്തിന് ടെൻഷൻ അടിക്കണം? ഈ മറുപടിയിൽ മടിയിൽ നിന്ന് വരുന്നതല്ല, മറിച്ച് സാമ്പത്തികമായ ഒരു പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന വരുന്നതാണ്. പക്ഷേ ഈ മനോഭാവം അപകടകരമാണ്. ജീവിതം ആസ്വദിക്കുന്നത് തെറ്റല്ല, എന്നാൽ പ്ലാനിംഗ് പൂർണ്ണമായും ഉപേക്ഷിക്കുന്നത് വലിയ ചതിയാകും. നിങ്ങളൊരു 45 വയസ്സിലെത്തുമ്പോൾ കയ്യിലൊരു നിക്ഷേപവും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അന്ന് ഉത്തരവാദിത്തങ്ങൾ കൂടും. മക്കളുടെ പഠനം, ആരോഗ്യ കാര്യങ്ങൾ, അങ്ങനെ പലതും വരും. അന്ന് ഈ നിഹിലിസം നിങ്ങളുടെ സമ്മർദ്ദം കൂട്ടുകയുള്ളൂ. അതുകൊണ്ട് ഫിനാൻഷ്യൽ നിഹിലിസത്തിന് പകരം നമുക്ക് വേണ്ടത് ഫിനാൻഷ്യൽ റിയലിസം ആണ്. ഭാവിയിൽ വെല്ലുവിളികൾ ഉണ്ടെന്ന് തിരിച്ചറിയുക, പക്ഷെ അത് മറികടക്കാൻ ചെറിയ രീതിയിലെങ്കിലും പ്ലാൻ ചെയ്യുക. മാസം ഒരു 2,000 രൂപയുടെ SIP തുടങ്ങുന്നത് പോലും വലിയ മാറ്റമുണ്ടാക്കും. അനാവശ്യമായ EMIകൾ ഒഴിവാക്കുക. പെട്ടെന്നൊരു ആവശ്യം വന്നാൽ എടുക്കാൻ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക. നിങ്ങൾ ഉടനെ ഒരു ലക്ഷറി വീട് വാങ്ങില്ലായിരിക്കാം, പക്ഷെ നിങ്ങൾക്കൊരു സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പണം പ്ലാൻ ചെയ്യുന്നത് പണക്കാരനാകാൻ വേണ്ടി മാത്രമല്ല, ജീവിതത്തിലെ സമാധാനത്തിന് വേണ്ടി കൂടിയാണ്.
ഇന്നത്തെ ചെറിയ കരുതിവെക്കലുകൾ നാളെ വലിയൊരു കരുത്തായി മാറും. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ചിന്താഗതികൾ കൂടി വരികയാണോ? നിങ്ങൾ ഭാവിയിലേക്ക് കരുതി വെക്കുന്നുണ്ടോ? അതോ ഇന്നത്തെ ജീവിതം ആഘോഷിക്കുകയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുമ്പ് ഒരു സാമ്പത്തിക വിദഗ്ധനുമായി സംസാരിക്കണം. നന്ദി.